സോ എബയോട്ടിക് സ്ട്രെസ്സുകൾക്ക് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ പഠിച്ചത് റെഗുലേഷൻ അഥവാ റെഗുലേറ്റേഴ്സ്. അതായത് ബോഡി ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അവർ സ്വീകരിക്കുന്ന ഒരു മെത്തേഡാണ് റെഗുലേറ്റ്. സോ നിയന്ത്രിച്ചുകൊണ്ട് ഔട്ട്സൈഡ് ദ ടെമ്പറേച്ചർ എന്ത് തന്നെ ആയിക്കോട്ടെ അവരവരുടെ ബോഡി ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുന്നതായിരുന്നു റെഗുലേഷൻ. സോ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഓർഗാനിസത്തിനെ വിളിക്കുന്ന പേരാണ് അതിനാണ് എൻഡോതേംസ് എന്ന് പറയും. അതുപോലെ വേറൊരു പേരാണ് ഹോമിയോതേംസ്. ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നവരെയാണ് ഹോമിയോതേംസ് എന്ന് പറയുക. എൻഡോതേംസ് എന്നിവരെ പറയും. അല്ലെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഉഷ്ണരക്തജീവികൾ എന്നും പറയും. സോ ഇവരെ വാം ബ്ലഡഡ് എനിമൽസ് അഥവാ ഉഷ്ണരക്തജീവികൾ എന്ന് പറയും. സോ റെഗുലേറ്റ് ചെയ്യുന്ന ഓർഗാനിസംസ് നമ്മൾ നേരത്തെ പറഞ്ഞ ബേർഡ്സ്, മാമൽസ് അവരൊക്കെ എന്താണ് എൻഡോതേംസ് അല്ലെങ്കിൽ ഹോമിയോതേംസ് അല്ലെങ്കിൽ വാം ബ്ലഡഡ് അനിമൽസ് ഉഷ്ണരക്തജീവികൾ എന്ന് പറയുന്നു. സോ അവർക്ക് അവരുടെ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. എങ്ങനെയാണത്? നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്. ബോഡി ടെമ്പറേച്ചർ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്. ഇനി അടുത്ത ഒരു വിഭാഗമാണ് നമ്മൾ പഠിക്കുന്ന മെക്കാനിസം കൺഫേം. സോ റെഗുലേറ്റേഴ്സ് കഴിഞ്ഞു, അടുത്തത് കൺഫേംസ്. സോ കൺഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമീകരിക്കുക എന്നാണ് അർത്ഥം. സോ ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ ഓർഗാനിസത്തിലും നമ്മൾ ഈ പറഞ്ഞ റെഗുലേറ്റേഴ്സിനെ പോലെ ഒരു കോൺസ്റ്റൻറ്റ് ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ, അതായത് റെഗുലേറ്റ് ചെയ്യാൻ ഹോമിയോസ്റ്റാസിസിലൂടെ എല്ലാ ഓർഗാനിസത്തിനും സാധ്യമല്ല. സോ മെജോറിറ്റിക്കും സാധ്യമല്ല. അതിൽ നോക്കുകയാണെങ്കിൽ മെജോറിറ്റിയിൽ പറയുകയാണെങ്കിൽ 99% അനിമൽസും അതുപോലെ നിയർലി എല്ലാ പ്ലാന്റ്സും നമ്മൾ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ റെഗുലേറ്റേഴ്സ് അല്ലെങ്കിൽ റെഗുലേഷൻ എന്ന് പറഞ്ഞ ആ മെക്കാനിസം ഈ പറഞ്ഞ പ്ലാന്റ്സിന് ഇത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ പ്ലാന്റ്സിന് ഈ പറഞ്ഞ റെഗുലേഷൻ സാധ്യമല്ല. അവർക്കൊരു കോൺസ്റ്റൻറ്റ് ഇൻറ്റേർണൽ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പ്ലാന്റ്സിന് പറ്റില്ല. സോ എല്ലാ പ്ലാന്റ്സും അതുപോലെ മെജോറിറ്റി 99% അനിമൽസിനും ഇതുപോലെ ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധ്യമല്ല. സോ ഈ പറഞ്ഞ ഈ അനിമൽസ് 99% മെജോറിറ്റി ഓഫ് അനിമൽസും എല്ലാ പ്ലാന്റ്സും അവരുടെ ബോഡി ടെമ്പറേച്ചർ ചേഞ്ചസ് വിത്ത് ആംബിയൻ ടെമ്പറേച്ചർ, പുറത്തെ ടെമ്പറേച്ചറിനനുസരിച്ച് അവരുടെ ബോഡി ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ ഗ്രൂപ്പാണ് കൺഫേമേഴ്സ് എന്ന് പറയുന്നത്. സോ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാതെ ഔട്ട്സൈഡ് ആംബിയൻ ടെമ്പറേച്ചർ എന്താണോ അതിനനുസരിച്ച് ബോഡി ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതാണ് കൺഫേം എന്ന് പറയുന്ന പ്രോസസ്സ്, സമീകരിക്കുക. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ അക്വാട്ടിക് അനിമൽസിൽ അവരുടെ ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ ഓഫ് ദ ബോഡി ഫ്ലൂയിഡ്, അക്വാട്ടിക് അനിമൽസിൻ്റെ അവരുടെ ബോഡിയിലെ ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. എന്തിനനുസരിച്ച്? അവർ ഏത് തരത്തിലുള്ള വാട്ടറിലാണ്. സോ അവിടുത്തെ വാട്ടറിൻ്റെ ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ അനുസരിച്ച് അക്വാട്ടിക് അനിമൽസിൻ്റെ ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ ഓഫ് ബോഡി ഫ്ലൂയിഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ അക്വാട്ടിക് അനിമൽസിൻ്റെ ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ ഓഫ് ബോഡി ഫ്ലൂയിഡ് ചേഞ്ച് വിത്ത് ദ ആംബിയൻറ്റ് വാട്ടർ ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ. അവരുടെ ആ വാട്ടറിലുള്ള ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ അനുസരിച്ച് അവരുടെ ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ ഓഫ് ബോഡി ഫ്ലൂയിഡും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു അക്വാട്ടിക് അനിമൽസിൽ. കാരണം അവർക്ക് റെഗുലേറ്റ് ചെയ്യാൻ കഴിവില്ല. പകരം അവരെന്താ ചെയ്യുന്ന മെത്തേഡ്? കൺഫേമേഴ്സാണ്. അവരുടെ ബോഡി ടെമ്പറേച്ചർ ആംബിയൻ ടെമ്പറേച്ചറിനനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ഇങ്ങനത്തെ അനിമൽസും അതുപോലെ നമ്മൾ പറഞ്ഞ എല്ലാ പ്ലാന്റ്സും സിംപ്ലി അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൺഫേമേഴ്സ്. അവരെ നമ്മൾ കൺഫേമേഴ്സ് എന്നാണ് പറയുക. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ പഠിച്ച ആ റെഗുലേഷനിൽ നമുക്കറിയാം അതിൻ്റെ ബെനിഫിറ്റ് എന്താണ്. സോ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു മെയിൻറ്റെയിൻ ഇൻറ്റേർണൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ബെനിഫിറ്റ് നമുക്കറിയാം. സോ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ കൺഫേമേഴ്സ് എന്തുകൊണ്ട് ഇവോൾവ് ചെയ്ത് റെഗുലേറ്റേഴ്സായിട്ട് മാറിയില്ല എന്നൊരു ഡൗട്ട് നമുക്ക് തരും. എന്തുകൊണ്ട് ഈ കൺഫേമേഴ്സ് ഇത്രയും ബെനിഫിറ്റ് വരുന്നത് ഏതിനാണ്? ആ റെഗുലേറ്റേഴ്സിനാണ്. നമ്മൾ ആദ്യം പറഞ്ഞ റെഗുലേഷനാണ്, നിയന്ത്രിക്കുന്നത്. ബോഡി ടെമ്പറേച്ചർ ഔട്ട്സൈഡ് ബോഡി എൻവയോൺമെൻറ്റ് ടെമ്പറേച്ചർ അനുസരിച്ച് നിയന്ത്രിക്കാൻ പറ്റുന്നവർക്കാണ് നമ്മൾ റെഗുലേറ്റ് എന്ന് പറഞ്ഞാൽ മെക്കാനിസം റെഗുലേറ്റേഴ്സ്. സോ റെഗുലേറ്റേഴ്സിനെ പോലെ എന്തുകൊണ്ട് ഈ കൺഫേമേഴ്സ് ഇവോൾവ് ചെയ്ത് വന്നില്ല എന്നൊരു ക്വസ്റ്റ്യൻ. സോ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ ഹ്യൂമൻ അനലോഗി നമ്മൾ പറഞ്ഞു, ഒരു ഉപമ പറഞ്ഞിരുന്നു.
നമ്മൾ എങ്ങനെയാണ് ആ ഹ്യൂമൻ ബീയിങ്സ് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞു എയർ കണ്ടീഷണർ യൂസ് ചെയ്യുന്നു. സോ ഇതുപോലെ നോക്കുകയാണെങ്കിൽ എത്രമാത്രം ആളുകൾക്ക് ഇതുപോലെ എയർ കണ്ടീഷണർ എഫോർഡ് ചെയ്യാൻ പറ്റും. ഹ്യൂമൻ ബീയിങ്സിൻ്റെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ അവർക്കൊരു ബെസ്റ്റ് പെർഫോമൻസ് വേണമെങ്കിൽ പറഞ്ഞു ആ 25 ഡിഗ്രി സെൽഷ്യസ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം, അവർക്ക് ഒരു എയർ കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് അവർ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എത്ര ആളുകൾക്ക് ഈ പറഞ്ഞ എയർ കണ്ടീഷണർ AC അല്ലെങ്കിൽ എഫോർഡ് ചെയ്യാൻ പറ്റും? ഒരുപാട് പേർക്ക് അത് പറ്റില്ല. സോ സാധാരണ എന്ത് ചെയ്യും, അത് പറ്റാത്തവരൊക്കെ സിംപ്ലി സ്വെറ്റ് ചെയ്യും, അവർ വിയർക്കുക തന്നെ ചെയ്യും. സോ സിംപ്ലി സ്വെറ്റ് ചെയ്യുകയും അവർക്ക് അവരുടെ ഒപ്റ്റിമം കോൺസെൻട്രേഷനേക്കാൾ താഴെയുള്ള പെർഫോമൻസേ, സബ് ഒപ്റ്റിമൽ പെർഫോമൻസേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ അവർ സ്വയം അതിന് സ്വെറ്റ് ചെയ്തുകൊണ്ട് തന്നെ അവരുടെ മെത്തേഡ് സ്വീകരിക്കുന്നുള്ളൂ. സോ എസ്പെഷ്യലി ഹോട്ട് സമ്മർ മന്ത്സിലൊക്കെ അവരുടെ പെർഫോമൻസ് സബ് ഒപ്റ്റിമൽ പെർഫോമൻസ് ആയിരിക്കും. സോ ഇതുപോലെ തന്നെയാണ് നമ്മൾ പറയുന്നത് എന്തുകൊണ്ട് ഈ റെഗുലേറ്റേഴ്സിനെ പോലെ കൺഫേമേഴ്സ് ഇവോൾവ് ചെയ്തില്ല. സോ കൺഫേമേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ തെർമോ റെഗുലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് വളരെ എന്താ പറയുക എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. എനർജി ഒരുപാട് ആവശ്യമുള്ള ഒരു പ്രോസസ്സാണ് തെർമോ റെഗുലേഷൻ. സോ തെർമോ റെഗുലേഷൻ എന്ന് പറയുന്നത് എനർജറ്റിക്കലി എക്സ്പെൻസീവാണ്. ഒരുപാട് ഓർഗാനിസത്തിനെ നോക്കുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ AC എല്ലാ ആളുകൾക്കും എഫോർഡ് ചെയ്യാൻ പറ്റുന്നതല്ല. എഫോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവരവരുടെ സബ് ഒപ്റ്റിമൽ പെർഫോമൻസേ കാഴ്ചവെക്കാൻ പറ്റുകയുള്ളൂ. ഇതുപോലെ തന്നെ ഒരുപാട് ഓർഗാനിസത്തിന് ഈ പറഞ്ഞ തെർമോ റെഗുലേഷൻ, ടെമ്പറേച്ചർ കൺട്രോൾ എന്ന് പറഞ്ഞ ആ ഒരു പ്രോസസ്സ് എനർജറ്റിക്കലി എക്സ്പെൻസീവാണ്. ഹൈലി എനർജി ആവശ്യമുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് തെർമോ റെഗുലേഷൻ. ആർക്ക്? ഒരുപാട് ഓർഗാനിസത്തിനും. പെർട്ടിക്കുലർലി ഇത് സ്മോൾ അനിമൽസ്, ചെറിയ അനിമൽസ് ലൈക്ക് ഷ്രൂ, ഒരു തരത്തിലുള്ള ചുണ്ടലികളാണ് ഷ്രൂ. അതുപോലെ ഹമ്മിങ് ബേർഡ്സ്. സോ ഹമ്മിങ് ബേർഡ് അതുപോലെ ഷ്രൂ പോലത്തെ സ്മോൾ അനിമൽസിനൊക്കെ ഈ പറഞ്ഞ തെർമോ റെഗുലേഷൻ എന്ന് പറയുന്നത് ഹൈലി എനർജറ്റിക്കലി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. സോ അവരെന്ത് ചെയ്യും, നമ്മൾ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ ഇവല്യൂഷൻ്റെ ഭാഗമായിട്ട് ഡ്യൂറിങ് കോഴ്സ് ഓഫ് ഇവല്യൂഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ കൺഫേമേഴ്സായിട്ട് മാറുകയാണ് ചെയ്തത്. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറ്റ് ലോസ്, നമ്മുടെ ബോഡിയിൽ നിന്ന് ഹീറ്റ് നഷ്ടപ്പെടുക അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഹീറ്റ് ഗെയിൻ ചെയ്യുക. സോ ഹീറ്റ് ലോസ് അല്ലെങ്കിൽ ഹീറ്റ് ഗെയിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് സർഫസ് ഏരിയ. ആ ബോഡി സർഫസ് ഏരിയയുടെ ഒരു ഫങ്ഷനാണ് ഹീറ്റ് ലോസ് അഥവാ ഹീറ്റ് ഗെയിൻ. ഹീറ്റ് ലോസ് ആവുന്നതും ഹീറ്റ് ഗെയിൻ ചെയ്യുന്നതും ഇറ്റ്സ് എ ഫങ്ഷൻ ഓഫ് സർഫസ് ഏരിയ അനുസരിച്ചിരിക്കും. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു സ്മോൾ അനിമൽസിന് ഈ പറഞ്ഞ തെർമോ റെഗുലേഷൻ ലൈക്ക് ഷ്രൂ ആൻഡ് ഹമ്മിങ് ബേർഡ്സ് പോലെയുള്ള സ്മോൾ അനിമൽസിന് ഈ പറഞ്ഞ തെർമോ റെഗുലേഷൻ എനർജറ്റിക്കലി എക്സ്പെൻസീവ് ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ സ്മോൾ അനിമൽസിന് ലാർജ് സർഫസ് ഏരിയ ആണ് ഉള്ളത് റിലേറ്റീവ് ടു എങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ദെയർ വോള്യം. സോ അവരുടെ വോള്യം നോക്കുകയാണെങ്കിൽ അവരുടെ സർഫസ് ഏരിയ കൂടുതലാണ്. സോ കമ്പയറിങ് ടു ദെയർ വോള്യം ദേ ഹാവ് ലാർജ് സർഫസ് ഏരിയ. അതുകൊണ്ട് എന്ത് സംഭവിക്കും, ദേ ലൂസ് ബോഡി ഹീറ്റ്. അവരുടെ ശരീരത്തിൽ നിന്ന് ഹീറ്റ് പെട്ടെന്ന് നഷ്ടപ്പെടും, ഫാസ്റ്റായിട്ട് നഷ്ടപ്പെടും. വെൻ ഇറ്റ് ഈസ് കോൾഡ് ഔട്ട്സൈഡ്, പുറത്ത് തണുപ്പാണെന്നുണ്ടെങ്കിൽ കോൾഡ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ബോഡിയിൽ നിന്ന് ഈ ഹീറ്റ് പെട്ടെന്ന് തന്നെ വളരെ ഫാസ്റ്റായിട്ട് നഷ്ടപ്പെടും. കാരണം ഈ സ്മോൾ അനിമൽസിൻ്റെ സർഫസ് ഏരിയ വളരെയധികം വലുതാണ് കമ്പയറിങ് റിലേറ്റീവ് ടു ദെയർ വോളിയം. അവർ ചെറിയ അനിമൽസാണ്, ബട്ട് അതുകൊണ്ട് തന്നെ അവരുടെ സർഫസ് ഏരിയ കൂടുതലാണ്. സോ സർഫസ് ഏരിയ ലാർജാണ് റിലേറ്റീവ് ടു ദെയർ വോളിയം. അവരുടെ വോളിയത്തിനെ റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അവരുടെ സർഫസ് ഏരിയ കൂടുതലായതുകൊണ്ട് പുറത്ത് വളരെയധികം തണുപ്പാണെന്നുണ്ടെങ്കിൽ അവരുടെ ബോഡിയിൽ നിന്ന് ഹീറ്റ് വളരെയധികം പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകും. വളരെ സ്പീഡിൽ അവരുടെ ബോഡിയിൽ നിന്ന് ഹീറ്റ് നഷ്ടപ്പെട്ടു പോകും. സോ they have to expend much energy. അവരുടെ ബോഡിയിൽ നിന്ന് ഹീറ്റ് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ട് അവർക്ക് എക്സ്പെൻഡ് മച്ച് എനർജി ടു ജനറേറ്റ് ബോഡി ഹീറ്റ്. ബോഡി ഹീറ്റ് നേടിയെടുക്കാനായിട്ട് ഒരുപാട് എനർജി അവർക്ക് ആവശ്യമുണ്ട് ത്രൂ മെറ്റബോളിസം. സോ മെറ്റബോളിസത്തിലൂടെ ഹൈലി എനർജി യൂസ് ചെയ്ത് മാത്രമേ അവർക്ക് എന്ത് സാധിക്കുള്ളൂ, അവർക്ക് ഈ നഷ്ടപ്പെട്ടു പോയ ആ ബോഡി ഹീറ്റ്
തിരിച്ച് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ബിക്കോസ് സ്മോൾ അനിമൽസിൻ്റെ സർഫസ് ഏരിയ അവരുടെ വോള്യത്തിന് റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ കൂടുതലാണ്. സോ ബോഡി ഹീറ്റ് വളരെ പെട്ടെന്നായിട്ട് നഷ്ടപ്പെട്ടു പോകും എപ്പോൾ പുറത്ത് വളരെ തണുപ്പാണെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ അവർക്ക് ആ തിരിച്ച് ബോഡിയിൽ നിന്ന് പുറത്തു പോയ ആ ഹീറ്റ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് ഒരുപാട് എനർജി ആവശ്യമാണ്. സോ ഒരുപാട് എനർജി അവർ എക്സ്പെൻഡ് ചെയ്താൽ മാത്രമേ അവർക്ക് ബോഡി ഹീറ്റ് മെറ്റബോളിസത്തിലൂടെ തിരിച്ച് ജനറേറ്റ് ചെയ്യാൻ സാധ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ വെരി സ്മോൾ അനിമൽസ്, വളരെ കുറച്ച് അനിമൽസ് മാത്രമേ നമുക്ക് റെയറായിട്ട് പോളാർ റീജിയൻസിൽ വളരെ തണുപ്പുള്ള ഈ മഞ്ഞുള്ള അങ്ങനത്തെ മഞ്ഞ് ഉള്ള സ്ഥലങ്ങളിലും തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ വളരെ കുറച്ച് സ്മോൾ അനിമൽസിനെ മാത്രമേ, എസ്പെഷ്യലി പോളാർ റീജിയൻസിലൊക്കെ നമുക്ക് വളരെ കുറച്ച് ചെറിയ അനിമൽസ്, സ്മോൾ അനിമൽസിനെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ബിക്കോസ് അവർക്ക് സർഫസ് ഏരിയ കൂടുതലാണ് ബോഡി വോള്യം വെച്ച് നോക്കുമ്പോൾ. സോ അവരുടെ ബോഡിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഹീറ്റ് നഷ്ടപ്പെടും പുറത്ത് തണുപ്പായി കഴിഞ്ഞാൽ. സോ അവർ ഒരുപാട് എനർജി സ്പെൻഡ് ചെയ്താൽ മാത്രമേ അവർക്ക് ഹീറ്റ് തിരിച്ച് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ പോളാർ റീജിയൻ, തണുപ്പുള്ള സ്ഥലങ്ങളിൽ സ്മോൾ അനിമൽസിൻ്റെ നമ്പർ വളരെയധികം കുറവായിരിക്കും. സോ ഈ കൺഫേമേഴ്സ് എന്ന് പറയുന്നത് ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കാത്തവരാണ്. നമ്മൾ പറഞ്ഞ നേരത്തെ റെഗുലേറ്റേഴ്സ്, നിയന്ത്രിക്കുന്നവർ ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ടാണ് റെഗുലേറ്റേഴ്സ്, റെഗുലേഷൻ, നിയന്ത്രിക്കുക എന്ന് പറയും. ഇവിടെയാണെങ്കിൽ കൺഫേമേഴ്സ് എന്ന് പറഞ്ഞാൽ സമീകരിക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സോ ഔട്ട്സൈഡ് ബോഡി എന്താണ് എൻവയോൺമെൻറ്റ് ടെമ്പറേച്ചർ, അതിനനുസരിച്ച് അവരെ ഇൻറ്റേർണൽ ബോഡി ടെമ്പറേച്ചറും ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവരെ കൺഫേമേഴ്സ് പറയും. സോ കൺഫേമേഴ്സിന് ഒരു ഇൻറ്റേർണൽ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇവരെ എക്ടോതേംസ് എന്നാണ് പറയാം. നമ്മുടെ റെഗുലേറ്റേഴ്സിനെ എൻഡോതേംസ് എന്ന് പറഞ്ഞു, നമ്മൾ വാം ബ്ലഡഡ് അനിമൽസ് എന്ന് പറഞ്ഞു, ഹോമിയോതേംസ് എന്ന് പറഞ്ഞു, ഉഷ്ണരക്തജീവികൾ എന്നൊക്കെ പറഞ്ഞു. അതുപോലെ എല്ലാ ബേർഡ്സും മാമൽസൊക്കെ അതിന് എക്സാമ്പിളാണെന്ന് പറഞ്ഞു. എന്നാൽ കൺഫേമേഴ്സിൽ വരുന്നത് അവരുടെ പേരാണ് എക്ടോതേംസ് ആണ്. ബോഡി ഇൻറ്റേർണൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തത് അവർ എക്ടോതേംസ്, അല്ലെങ്കിൽ നമുക്ക് കോൾഡ് ബ്ലഡഡ്. നമ്മൾ നേരത്തെ റെഗുലേറ്റേഴ്സിന് നമ്മൾ വാം ബ്ലഡഡ് എന്നാണ് പറഞ്ഞത്, ഉഷ്ണരക്തജീവികൾ. എന്നാൽ കൺഫേമേഴ്സിനെ പറയുന്ന പേരാണ് കോൾഡ് ബ്ലഡഡ്, എക്ടോതേംസ് അഥവാ കോൾഡ് ബ്ലഡഡ്. അല്ലെങ്കിൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പോയ്ക്കിലോതേംസ് എന്ന് പറഞ്ഞു. ശീതരക്തജീവികളാണ് ഇവർ, ശീതരക്തജീവികളാണ് കൺഫേമേഴ്സ് എന്ന് പറയുന്നത്. സോ ഈ കൺഫേമേഴ്സിൻ്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ഇൻവെർട്ടിബ്രേറ്റ്, അതുപോലെ ഫിഷ് ഒക്കെ കൺഫേമേഴ്സാണ്. ആംഫീബിയൻസ്, ഫ്രോഗ്, അതുപോലെ റെപ്റ്റൈൽസ്, സ്നേക്ക്, അതുപോലെ എല്ലാ പ്ലാന്റ്സും ഏത് കാറ്റഗറിയിലാണ് പറഞ്ഞത്? കൺഫേമേഴ്സിൻ്റെ കാറ്റഗറിയിലാണ്. സോ ഇവരൊക്കെ കൺഫേം എന്ന് പറഞ്ഞ ആ ഒരു മെക്കാനിസത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? അവരവരുടെ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുന്നത്. അവരുടെ ബോഡി ടെമ്പറേച്ചർ, പുറത്തെ ടെമ്പറേച്ചർ അനുസരിച്ച് ബോഡി ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്തുകൊണ്ടാണ് ഇവർ. സോ കാലക്രമേണ കോഴ്സ് ഓഫ് ഇവല്യൂഷനിൽ എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ കോൺസ്റ്റൻറ്റ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൻ്റെ കോസ്റ്റും ബെനിഫിറ്റും അത് കൺസിഡർ ചെയ്തുകൊണ്ട് ചില സ്പീഷീസൊക്കെ റെഗുലേറ്റേഴ്സായിട്ട് മാറുകയും അതിന് മേലെ ഒരു ലിമിറ്റഡ് റേഞ്ചിന് മേലെ വരുന്ന ഓർഗാനിസത്തിന് ഇതിന് പറ്റാത്തവരൊക്കെ എന്തായിട്ട് പറയും? സിംപ്ലി കൺഫേമേഴ്സായിട്ട് മാറുകയും ചെയ്തു.